ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 3 20ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടെക്നോളജീസ് എല്ലാം നിറഞ്ഞ മതിലിന് പുറത്തെ കൃഷിയേകറിന്റെ ആ കുട്ടിക്കാലമാണ്. അന്നത്തെ ആ ദിവസമാണ് ഈ ലോകത്തിന്റെ ക്രൂരമായ സത്യം ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു തുടങ്ങുവാണ് കൃഷിയേകർ. മതിലിനകത്തെ ആളുകളെല്ലാം അവരെ കണ്ട് വിചിത്രമായി നോക്കുന്നു. ഹേയ്, മാറി നിൽക്കടാ. നീയൊക്കെ ആ ഡെവിളിന്റെ ബ്ലഡ് ലൈൻ അല്ലേ? നശിച്ച എൽഡിയൻസ് തോന്നുന്നത് പോലെ ഇങ്ങനെ ഇറങ്ങി നടക്കുവാണോ എന്ന് കുറച്ചു പേർ ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം അത് അവർക്ക് ശീലമായിരുന്നു. അങ്ങനെ അവർ എയർഷിപ്പ് കാണാൻ വേണ്ടി ഒരു നദിയുടെ അടുത്തോട്ട് പോകുന്നു. മനോഹരമായ ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഹേയ്, അത് ഒരുപാട് വലുതാ എന്ന് പറഞ്ഞ ആകാംക്ഷയോടെ അവർ അത് നോക്കുന്നു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന 2 ഓഫീസേഴ്സിനെ അവർ കാണുന്നത്. ഹേയ്, നിങ്ങളും ആ എയർഷിപ്പ് കാണാൻ വേണ്ടി വന്നതാണല്ലേ? പക്ഷെ നിങ്ങൾ ലൈബ്രറിയോ എൻട്രോയ്മെന്റ് സോണിൽ നിന്നല്ലേ? എവിടെ നിങ്ങളുടെ പെർമിറ്റ് എവിടെ എന്ന ഓഫീസേഴ്സ് അവരോട് ചോദിക്കുന്നു. എന്റെ കയ്യിൽ പെർമിറ്റ് ഇല്ല സാർ. ഓ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് തന്നേ പറ്റൂ. ജോലി എടുക്കുന്നോ അതോ ശിക്ഷ സ്വീകരിക്കുന്നോ? ശിക്ഷ മതി സാർ. പക്ഷെ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് എന്റെ സിസ്റ്റർ എന്റെ കൂടെ വന്നത്. അവൾക്കുള്ള ശിക്ഷ കൂടെ ഞാൻ സ്വീകരിച്ചോളാം സാർ. ശരി, എന്നാ അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ ഓഫീസർ അവനെ തല്ലുന്നു. ഒരു മയത്തിലൊക്കെ കൊടുക്ക് ക്രൂക്കർ. നീ എന്റെ കൂടെ വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഓഫീസർ അവളെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അടികൊണ്ട ഏഗർ ക്ഷീണിച്ച് താഴെ വീഴുന്നു. കയ്യിലെ ആ ബാൻഡ് അഴിക്കാഞ്ഞത് നന്നായി. കുട്ടികളാണെങ്കിലും ശരി, ബാൻഡ് ഇല്ലാത്ത എൽഡിയറുകളെ പാരഡൈസിലോട്ട് അയക്കും. നീ എയർഷിപ്പ് കാണാൻ വേണ്ടി വന്നതല്ലേ? വന്ന സ്ഥിതിക്ക് അത് കണ്ടിട്ട് പൊക്കോ എന്ന ഓഫീസർ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം അവന്റെ സിസ്റ്ററുടെ ബോഡി അടുത്തുള്ള ഒരു നദിയിൽ നിന്നും വാരിയെടുക്കുന്നതാണ്. അവളെ ഞാൻ ആ ഗേറ്റിന് മുന്നിൽ കൊണ്ടുപോയി വിട്ടതാ. പെർമിറ്റ് ഇല്ലാതെ അവർ സിറ്റിക്കകത്ത് കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ വംശത്തിന്റെ അവസ്ഥയെപ്പറ്റി നിങ്ങളുടെ മകന് വലിയ പിടിയില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ പൂർവികരുടെ പാപങ്ങളെ കുറിച്ചൊന്നും അവന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ആ ഓഫീസർ അവരോട് ചോദിക്കുന്നു. എന്നാൽ അവർ കള്ളം പറയുവാണെന്ന് ഏഗറിന് അറിയാമായിരുന്നു. അന്ന് അമ്മ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛൻ, സോറി സാർ, എന്റെ മകനെ നേർവഴിക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അയാൾക്ക് മുന്നിൽ തല കുനിച്ചിരുന്നു. അന്ന് അച്ഛനോടുള്ള വെറുപ്പ് കാരണം എന്റെ തല ചുറ്റുന്നത് പോലെ തോന്നി. അതിലുപരി എനിക്ക് പറ്റിയ തെറ്റ് കാരണം ഞാൻ എന്നെ തന്നെ ശപിച്ചു. പിന്നീടാണ് എൽഡിയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത്. 1720 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികരായിരുന്ന യേമർഫിസ്റ്റ് ഈ കാണുന്ന ലോകത്തിന്റെ എല്ലാം ഡബിളുമായി ഒരു കരാറുണ്ടാക്കി. അതിലൂടെ അവൾ ടൈറ്റൻ ശക്തി നേടിയെടുത്തു. യേമറിന്റെ മരണശേഷം അവളുടെ ആത്മാവ് 9 ടൈറ്റൻസ് ആയി മാറി. അന്നത്തെ ഏറ്റവും വലിയ നേഷനായ മാർലെ ഇല്ലാതാക്കി എൽഡിയൻ സാമ്രാജ്യം അവർ കെട്ടിപ്പടുത്തു. പിന്നീട് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട യുഗമായിരുന്നു. യേമറിന്റെ പ്രജകൾ മറ്റു വംശത്തെ താന്ന വംശമായി കണ്ട് അവരെ അടിച്ചമർത്താൻ തുടങ്ങി. അവരുടെ മണ്ണും സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു. മറ്റു വംശത്തിലെ സ്ത്രീകളെ അടിമകളാക്കി സ്വന്തം വംശത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം 1700 വർഷങ്ങളോളം ഈ ക്രൂരത തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എൽഡിയൻസിന്റെ അകത്തു നിന്ന് തന്നെ മാർലെ അവർക്കെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 9 ടൈറ്റൻസും മാർലെയുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ 80 വർഷങ്ങൾക്ക് മുൻപ് നടന്ന മഹാ ടൈറ്റൻ യുദ്ധത്തിൽ മാർലെ വിജയിച്ചു. പിന്നീട് പാരഡൈസിലോട്ട് പിൻവാങ്ങിയ എൽഡിയൻ കിങ് ആ ദ്വീപിനകത്ത് 3 മതിലുകൾ ക്രിയേറ്റ് ചെയ്തു. ദ മാർലെ പാരഡൈസ് ഐലൻഡ്. പിന്നീട് അവരുടെ ആളുകളെയും അങ്ങോട്ട് മാറ്റി. നമ്മുടെ പൂർവികരെ ഇവിടെ ഉപേക്ഷിച്ചു. പക്ഷേ മാർലയിലെ നല്ല മനസ്സുള്ള ജനങ്ങൾ നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചു എന്നെല്ലാം അവന്റെ അച്ഛൻ അവന് പറഞ്ഞു കൊടുക്കുന്നു. മകളുടെ മരണവാർത്ത അറിഞ്ഞ അച്ഛൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. തന്റെ യജമാനന്റെ ആജ്ഞ അക്ഷരം പ്രതി അച്ഛൻ അനുസരിച്ചു. അവരുടെ വളർത്തുനായയെ പോലെ സ്വന്തം ബ്ലഡ് ലൈനിനെ തന്നെ തള്ളി പറഞ്ഞു. സത്യം പറയാൻ പറ്റാത്തത് കൊണ്ട് അവർ കള്ളം പറഞ്ഞതാ. മിണ്ടാണ്ടിരിക്ക, ഈ ചുമരുകൾക്ക് അധികം കനമില്ല. എനിക്കുറപ്പാണ് അയാളാണ് ഫ്ലയെ. നിർത്താനാ പറഞ്ഞ. നിന്നോട് പറഞ്ഞില്ലേ, കൊടും ക്രൂരതയാണ് നമ്മുടെ പൂർവികർ ചെയ്തു കൂട്ടിയത്. ഞാനും ഫേയും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വെറുതെ നടക്കാൻ പോയതാ. നിനക്ക് എന്ത് പറ്റി? നമ്മൾ 3നെയും പാരഡൈസിലോട്ട് അയക്കാൻ നിനക്ക് അത്രക്ക് ആഗ്രഹമാണോ? കൃഷ, ആ പാപങ്ങളിൽ നമുക്ക് നേരിട്ട് പങ്കില്ലായിരിക്കാം.
ബാക്കിയുള്ള ജീവിതം ഞങ്ങൾക്ക് ഈ മതിലുകൾക്കകത്ത് തന്നെ ജീവിച്ചു തീർക്കണമെന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെയും നിന്റെ അമ്മയെയും ഫേയുടെ അടുത്തോട്ട് അയക്കരുത് എന്ന് അവന്റെ അച്ഛൻ അവനോട് പറയുന്നു. ആരായിരുന്നു ശരിക്കും അവിടെ തെറ്റുകാർ? ഞാനായിരുന്നോ അതോ ഈ ലോകമായിരുന്നോ? ചിലപ്പോ രണ്ടുമായിരിക്കാം. ഞാൻ അറിവില്ലാത്ത ഒരു വിഡ്ഢിയായിരുന്നു. ഈ ലോകം ഭ്രാന്ത് നിറഞ്ഞതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായിരുന്നു. പിന്നീട് എന്റെ 18-ാം വയസ്സിൽ എന്റെ ജീവിത ലക്ഷ്യം ഞാൻ കണ്ടെത്തി. സ്വന്തമായി സ്വപ്നങ്ങളില്ലാതിരുന്ന ഞാൻ അച്ഛന്റെ ആശുപത്രി ഏറ്റെടുത്ത് നടത്താറായ സമയം. സോ ഒരു ഡോക്ടറായിരുന്ന ഏഗറിനെ കാണാൻ ഒരു പേഷ്യന്റ് വരുന്നു. അവന്റെ തോളിലുള്ള മാർക്ക് കണ്ട് അതെന്ത് പറ്റിയതാണെന്ന് ഏഗർ ചോദിക്കുന്നു. ഞാനൊരു രാജ്യസ്നേഹിയാണെന്നുള്ളതിന്റെ തെളിവാണിത്. നിന്റെ സിസ്റ്ററെ കൊന്നത് ഒരു മാർലിയൻ ഓഫീസറാണ്. മാർലെ ഗവൺമെന്റിൽ ഞങ്ങൾക്കൊരു ചാരനുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഏഗറിന്റെ സിസ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ അവന് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ സിസ്റ്ററിന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ ഞാൻ അറിഞ്ഞപ്പോ ഞാനൊരു സത്യം ചെയ്തു. യഥാർത്ഥ ഡെവിൾ ആരാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. എന്റെ പൂർവികർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ ലോകത്തെ വീണ്ടും നേർവഴിക്ക് കൊണ്ടുവരാൻ എൽഡിയൻ സാമ്രാജ്യം വീണ്ടും തിരിച്ചു വരണമായിരുന്നു. അവൾ എന്നറിയപ്പെടുന്ന മാർലിയൻ ഗവൺമെന്റിലെ ഞങ്ങളുടെ ചാരൻ ആർക്കു മുന്നിലും സ്വയം വെളിപ്പെടുത്താതെ ഞങ്ങളെ നയിച്ചത് അയാളായിരുന്നു. ഹേയ് നോക്ക്, ഞാൻ കണ്ടുപിടിച്ചു. നമ്മുടെ ഫൗണ്ടർ ഏമിർ ടൈറ്റൻ ശക്തി നേടിയെടുത്തപ്പോ ആ ശക്തി ഉപയോഗിച്ച് കാടുകളെല്ലാം കൃഷി സ്ഥലങ്ങളാക്കി മാറ്റി റോഡുകളും പാലങ്ങളും പണിതു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ആ ശക്തി ഉപയോഗിച്ചത്. നമ്മൾ പഠിച്ച ചരിത്രമെല്ലാം മാർലെ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഹേയ് ഗ്രീഷ്, നീ എങ്ങനെ ഈ പുരാതന ഭാഷ ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയതാ? സത്യം പറഞ്ഞ എനിക്കിത് ഇപ്പോഴും മുഴുവനായിട്ടും മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ ഫൗണ്ടർ ഏമറിനെ വിശ്വസിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും സത്യം. നമ്മൾ ഒരിക്കലും ഡെവിളിന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കളാണ് എന്ന് ഏഗർ വിളിച്ചു പറയുന്നു. അപ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത്. ഹേയ്, നമ്മളെ സഹായിക്കാൻ അവൾ ഒരാളെ അയച്ചിട്ടുണ്ട്. ഹലോ, നിങ്ങളെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. എന്റെ പേര് ഡൈന ഫ്രിസ്റ്റ്. രാജകുടുംബത്തിന്റെ അടുത്ത അവകാശിയാണ് ഞാൻ. പിന്നീട് വിധി എനിക്കായി ഒരുക്കി വെച്ച പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഈ നേഷ്യനിലെ രാജകുടുംബത്തിന്റെ അവസാന കണ്ണിയായിരുന്നു അവൾ. ടൈറ്റനുകളെ കുറിച്ചുള്ള രാജകുടുംബത്തിന്റെ രഹസ്യങ്ങൾ അവൾ ഞങ്ങളോട് പറഞ്ഞു. അവളുടെ വാക്കുകൾ വിജയത്തിലോട്ടുള്ള വഴി തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. എനിക്ക് ഉറപ്പാണ്, രാജാവ് മതിലിനകത്തോട്ട് കൊണ്ടുപോയ ഫൗണ്ടിങ് ടൈറ്റന്റെ ശക്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ടൈറ്റനുകളെ കൺട്രോൾ ചെയ്ത് മാർലയുടെ ഈ ഭരണം അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഹേയ്, അത്രയും വലിയൊരു ശക്തി രാജാവിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ആ ദ്വീപിലോട്ട് പോയത്? കാരണം അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് നടന്ന ഗ്രേറ്റ് ടൈറ്റൻ വാറിന്റെ ഇടയിൽ 145-ാമത്തെ രാജാവ് തന്റെ രാജ്യം നന്നാക്കാനുള്ള കടമ ഉപേക്ഷിച്ച് തലസ്ഥാനം ആ ദ്വീപിലോട്ട് മാറ്റി. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും വേദനകൾക്കും കാരണം അന്ന് രാജാവ് യുദ്ധം വേണ്ടെന്ന് വെച്ച് ഒളിച്ചോടിയ ആ തീരുമാനമാണ്. നമുക്ക് ഫൈറ്റ് ചെയ്യാം. ശരിക്കുമുള്ള രാജകുടുംബം ഈ രാജ്യത്തിൽ തുടർന്നത് എൽഡിയനുകൾക്ക് വേണ്ടിയാണ്. ഫൗണ്ടിങ് ടൈറ്റനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. മാർലയെ നമ്മൾ തുടച്ചു നീക്കും. എൽഡിയൻ സാമ്രാജ്യം തിരിച്ചു കൊണ്ടുവരും എന്ന് ഏഗർ പറയുന്നു. ഇത് കേട്ട് ഡൈനക്ക് അവനെ ഇഷ്ടമാകുന്നു. അടുത്ത വർഷം അവർ കല്യാണം കഴിച്ചു. വൈകാതെ തന്നെ അവർക്കൊരു കുട്ടിയും ഉണ്ടായി. അവർ സിക് എന്ന് പേരിടുന്നു. ഒരു ദിവസം ഇവൻ നമ്മളെയെല്ലാം വിജയത്തിലോട്ട് കൊണ്ടുപോകും. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യരും മാറും. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം പെട്ടെന്ന് മുന്നേറിയപ്പോ എൽഡിയൻ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു വഴി കിട്ടി. മാർലെ ഗവൺമെന്റിന് ഏമറിന്റെ പ്രജകളെ ആവശ്യമായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ 7 ടൈറ്റൻസിൽ ഒന്നിന്റെ ശക്തി സ്വീകരിക്കുന്നതിലോടുകൂടി അവർ മാർലയുടെ യോദ്ധാക്കളായി മാറും. അവൾ പറഞ്ഞതനുസരിച്ച് മിലിറ്ററി ടെക്നോളജീസ് മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ റീസോഴ്സസിനുള്ള പോരാട്ടത്തിന് മുൻകരുതലായിട്ടാണ് മാർലയുടെ ഇപ്പോഴത്തെ പോരാട്ടം. 7 ടൈറ്റൻസിന്റെ ശക്തി ഉപയോഗിച്ച് മാർലെ ഈ ലോകം ഭരിക്കുന്നുണ്ടെങ്കിലും ടൈറ്റൻ ഭരിക്കുന്ന കാലമൊക്കെ അവസാനിക്കാറായി. പാരഡൈസ് ദ്വീപിനടിയിൽ വലിയ അളവിലുള്ള റീസോഴ്സസ് ഉണ്ട്. അതൊരിക്കലും അവർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. പക്ഷേ 80 വർഷങ്ങൾക്ക് മുൻപ് രാജാവ് മതിലിനകത്തോട്ട് പോകുമ്പോൾ തന്ന ആ മുന്നറിയിപ്പ്, ആരെങ്കിലും ഞങ്ങൾക്കെതിരെ വന്നാൽ മതിലിനകത്തുള്ള ലക്ഷക്കണക്കിന് ടൈറ്റനുകളെ ഈ ലോകം ഇല്ലാതാക്കാനായി ഞാൻ തുറന്നുവിടും. ഇങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തെ നേരിടാൻ ആരും ശ്രമിക്കില്ല. സോ നമ്മുടെയും മാർലൻ ഗവൺമെന്റിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. മതിലിനകത്ത് നുഴഞ്ഞു കയറി ഫൗണ്ടിങ് ടൈറ്റനെ വീണ്ടെടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്റെ അടുത്ത് ഒരു വഴിയുണ്ട്. എന്റെ മകൻ സീക്കിനെ ഒരു മാർലിയൻ സോൾജറാക്കി മാറ്റും.
സോ സീക്കിനെ മാർലയ്ക്കകത്ത് തന്നെ നിന്ന് മാർലയെ ഇല്ലാതാക്കാനുള്ള ഒരു ചാരനാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ തന്റെ വിശ്വാസങ്ങൾ സ്വന്തം മക്കളിൽ അടിച്ചേൽപ്പിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് ഞാൻ മറ്റാരേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരുന്നു. റോയൽ ബ്ലഡ് ലൈനിലുള്ള ഒരു കുട്ടിയായിട്ടല്ല, എൽഡിയൻസിന്റെ പ്രതീക്ഷയായിട്ടല്ല, ഒരിക്കലെങ്കിലും സീക്കിനെ ഞാൻ എന്റെ മകനായി കണ്ടിരുന്നു. എന്തായാലും സീക്ക് അവനെയും അവന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും രക്ഷിക്കാൻ വേണ്ടി വിട്ടിയായ തന്റെ മാതാപിതാക്കളെ മാർലെ അധികാരികൾക്ക് ഒറ്റിക്കൊടുത്തു എന്ന് യേഗർ പറയുന്നു. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. മതിലിന് പുറത്തുള്ളവർ കാഴ്ചയിലും സംസാരത്തിലും മതിലിനകത്തുള്ളവരെ പോലെ തന്നെ ഉണ്ടെങ്കിലും ടെക്നോളജീസിൽ അവർ മുന്നിലാണ്. അവർ നമ്മളെ മതിലിനകത്തുള്ള ജനങ്ങളെന്ന് വിളിക്കുന്നു. വലിയ തെറ്റ് ചെയ്ത പിശാചുക്കളുടെ ജനത. പിന്നീട് നമ്മൾ കാണുന്നത് മകൻ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ ഏഗറിനെയും അവന്റെ കൂട്ടാളികളെയും പാരഡൈസ് ദ്വീപിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഇതാണ് തെറ്റ് ചെയ്ത എൽഡിയൻസിനെ ശിക്ഷിക്കുന്ന സ്ഥലം, പാരഡൈസ് ദ്വീപ്. ഇവിടെ വെച്ച് നിങ്ങളെ പ്യുവർ ടൈറ്റൻസ് ആക്കി മാറ്റും എന്നൊരു ഓഫീസർ അവനോട് പറയുന്നു. അവൾ ആരാണെന്ന് അറിയാൻ വേണ്ടി ഓഫീസേഴ്സ് അവനെ ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി അവർ അവന്റെ കൈ മുറിക്കുന്നു. അപ്പോഴാണ് ഏഗറിന് ആ കാര്യം ഓർമ്മ വരുന്നത്. ആ ഓഫീസറിനെ മുൻപ് അവൻ കണ്ടിട്ടുണ്ട്. ഓ, നിനക്കപ്പോ ഓർമ്മയുണ്ടല്ലേ? ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഏഗർ പറയുന്നു. അപ്പോഴാണ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നെ ഇപ്പോ തന്നെ കൊന്നേക്ക് സാർ, എനിക്കൊരു മോൺസ്റ്റർ ആകണ്ട എന്ന് അവൻ വിളിച്ചു പറയുന്നു. ഹേയ് കൃഷ, എന്താ സംഭവിച്ചത്? സീക്ക് എന്തിനാ നമ്മളെ ചതിച്ചത്? അവൻ നിന്റെ മോനല്ലേ? എല്ലാം വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ചതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. എല്ലാം അവസാനിച്ചു. നീ കാരണം എല്ലാം അവസാനിച്ചു. എന്നോട് ക്ഷമിക്ക്. എന്തിനാ നിന്നെ ഞങ്ങൾ തീർന്നു. നിനക്ക് കുറച്ച് പെടപ്പ് കൂടുതലാണല്ലോടാ ചക്ക. നീ പൊക്കോ എന്ന് പറഞ്ഞ് മറ്റൊരു ഓഫീസർ അവനെ തള്ളി താഴെ ഇടുന്നു. നേരെ നോർത്ത് ഭാഗത്തോട്ട് ഓടിക്കോ. ഭാഗ്യമുണ്ടെങ്കിൽ നിനക്ക് മതിൽ വരെ എത്താൻ പറ്റും. പക്ഷെ സാർ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന? നീ ഇവിടെ പുതിയതാണല്ലേ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടൈറ്റൻസ് അവന്റെ പുറകെ പൊക്കോളും. പെട്ടെന്ന് തന്നെ അവർ അവനെ തിന്നുകയും ചെയ്യും. ശരിയല്ലേ ക്രൂഗർ എന്ന ഓഫീസർ ചോദിക്കുന്നു. സോ ഏഗറിന്റെ സിസ്റ്ററെ ഇല്ലാതാക്കിയ ഓഫീസർ ആയിരുന്നു അത്. ശരി, ഇത്തവണ കുറച്ചധികമുണ്ട്. അധികം സമയം കളയണ്ട എന്ന് പറഞ്ഞ് അവരെയെല്ലാം ടൈറ്റൻസ് ആക്കി മാറ്റുന്നു. സോ ഗ്രേസിനെ കണ്ട് ആ ടൈറ്റൻസ് എല്ലാം അവന്റെ പുറകെ ഓടുന്നു. ഹേയ് വേണ്ട, അത് ഗ്രേസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് വിളിച്ചു ചോദിക്കുവാണ് ഏഗർ. ഹേയ് ക്രൂഗർ, ഇവന് കുറച്ച് ശബ്ദം കൂടുതലാണല്ലേ. ഇവനെ കുറച്ചുകൂടെ ചോദ്യം ചെയ്യാനുണ്ട്. ഓ, ഇപ്രാവശ്യം ഒരു പെണ്ണുമുണ്ടല്ലേ. വളരെ കഷ്ടമാണ്. ചെകുത്താന്റെ വംശമായി പോയില്ലേ. സോ ഏഗറിന്റെ ഭാര്യയായ ഡൈന ആയിരുന്നു അത്. ഹേയ് ഡൈന, നീ എന്താ ഇവിടെ? ഞാൻ അവരോടെല്ലാം പറഞ്ഞതാണല്ലോ, ഇവൾ ഒരു രാജ്യം എന്ന് പറഞ്ഞതും ആ ഓഫീസർ അവന്റെ വായ പൊത്തുന്നു. ഇവൻ ആ കാര്യം അവർ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാണോ എന്നെ പിടിക്കുന്നത്? കൃഷ, ഞാൻ ഏത് രൂപത്തിലാണെങ്കിലും നിന്നെ തേടി വരും എന്ന് ഡൈന പറഞ്ഞതും അവളെയും ഒരു ടൈറ്റനാക്കി മാറ്റുന്നു. സോ തന്റെ ഭാര്യ തന്റെ കൺമുൻപിൽ വെച്ചൊരു ടൈറ്റൻ ആവുന്നത് കണ്ട് അലറി വിളിക്കുവാണ് ഏഗർ. പെട്ടെന്നാണ് ഇതെല്ലാം ആലോചിച്ചു കിടന്ന എറിൻ ഞെട്ടി എഴുന്നേക്കുന്നത്. എന്താ ഇവിടെ? ഞാൻ ആരാ? ഏയ് എറിൻ, ഒച്ച ഉണ്ടാക്കല്ലേ. നീ ജയിലിലാ. നീയും മിക്കാസയും ഓർഡർ തെറ്റിച്ചതിനുള്ള ശിക്ഷ അനുഭവിക്കുക. എന്തു പറ്റി എറിൻ? നീ വല്ല സ്വപ്നവും കണ്ടോ? എറിൻ, നീ കരയുമായിരുന്നോ? ഇല്ല, ഇതൊരു സ്വപ്നമല്ല, ഓർമ്മകൾ. അപ്പോ ഞാൻ കണ്ടത് എന്റെ അച്ഛന്റെ ഓർമ്മയായിരുന്നു. ആ ടൈറ്റൻ നീയായിരുന്നു ഡൈന. നോക്കടാ, നിന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ അത് അവന്റെ പുറകെ പോകുന്നു. അവളുടെ മനസ്സിൽ ശരിക്കും ആരായിരുന്നെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നിർത്തടാ. നീയായിരുന്നു 15 വർഷങ്ങൾക്ക് മുൻപ് എന്റെ 8 വയസ്സുള്ള പെങ്ങളെ പട്ടികൾക്ക് ഇട്ടുകൊടുത്തത് എന്ന് ഏഗർ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അയാൾ ടൈറ്റനാക്കാൻ കൊണ്ടുവന്ന ഒരാളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മേടിക്കുന്നു. മറ്റു ഓഫീസേഴ്സിനോട് കപ്പലിലോട്ട് പോകാനും പറയുന്നു. ക്രൂഗർ, നിന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞോ? അവനെ വെച്ച് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. നീ ആരാണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. നിന്നെ ഞാൻ ടൈറ്റനാക്കാൻ പോകുന്നില്ല. പകരം ഇവനെ ഒരു 3 മീറ്റർ ടൈറ്റനാക്കി മാറ്റി നീ അവനുമായി ഗുസ്തി കളിക്കുക. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നേ? മനുഷ്യരെ ടൈറ്റൻ കഴിക്കുമ്പോ നിങ്ങൾക്കത് ആവേശം തോന്നുന്നുണ്ടോ? എന്താ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി ഉണ്ടേലും മനുഷ്യർക്ക് ക്രൂരത കാണാൻ ഭയങ്കര ഇഷ്ടമാ. സമാധാനം നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ അത് മാത്രമായ ജീവിതം ബോറടിക്കാൻ തുടങ്ങും. മരണത്തിന്റെ ആ ത്രിൽ പലർക്കും നഷ്ടപ്പെടും. എല്ലാ ദിവസവും ഇത് തന്റെ അവസാനത്തെ ദിവസമാണെന്ന് ചിന്തിച്ചു വേണം ജീവിക്കാൻ. ഒട്ടുമിക്ക എല്ലാ ജീവജാലങ്ങളുടെയും നേച്ചർ ഇങ്ങനെ തന്നെയാണ്. എന്റെ ദിവസം വരുമ്പോൾ ഒരു മടിയും കൂടാതെ ഞാൻ സ്വീകരിക്കും. കാരണം
ഈ ലോകത്തിന്റെ ക്രൂരത നേരിൽ കണ്ടാണ് ഞാൻ വളർന്നത്. സോ എനിക്ക് മനസ്സിലാകും. നിന്റെ സിസ്റ്ററെ എന്റെ മക്കളുടെ നായ കൊണ്ട് തീറ്റിച്ചത് അത് അവരെ പഠിപ്പിക്കാനായിരുന്നു എന്ന് പറഞ്ഞ് അവനെയും ടൈറ്റനാക്കി അവൻ താഴോട്ട് തള്ളിയിടുന്നു. നിങ്ങൾക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ലേ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇതുപോലെ എന്തെങ്കിലും എന്റെ മക്കൾക്ക് സംഭവിച്ചാൽ എന്റെ ചങ്ക് തകർന്നു പോകും. എന്ത് കഷ്ടമാണല്ലേ, നിങ്ങൾ എൽഡിയൻസ് ആയി പോയില്ലേ. നോക്ക്, അതാണ് നിങ്ങളുടെ വംശത്തിന്റെ യഥാർത്ഥ രൂപം. നിങ്ങളെ ഇതുപോലെയുള്ള മോൺസ്റ്റേഴ്സ് ആക്കാൻ ടൈറ്റൻ ശക്തിയുള്ള ഒരുത്തന്റെ നട്ടെല്ലിൽ നിന്നുള്ള ഫ്ലൂയിഡ് മാത്രം മതി. എൽഡിയനുകളെ ഈ ലോകത്തിൽ നിന്നും തുടച്ചു നീക്കണം. അതാണ് മനുഷ്യരാശി ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കുറ്റബോധവും തോന്നാറില്ലേ? നിങ്ങളല്ലേ ശരിക്കുമുള്ള കൊലയാളികൾ. എന്തായിരുന്നു മാർലേക്കെതിരെയുള്ള നിങ്ങളുടെ പദ്ധതി? അതിൽ നിനക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ? എല്ലാം കള്ളമാണ്. സത്യം എനിക്കറിയാം. ഞങ്ങളുടെ ഫൗണ്ടർ ഏമർ ഈ നാടിന്റെ നല്ലതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഓ, ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ. നിങ്ങൾക്കൊക്കെ അത്ര വലിയ ചരിത്രമാണെങ്കിൽ പോയി താഴെയുള്ള നിന്റെ ഫ്രണ്ട്സിനോട് പറ എന്ന് പറഞ്ഞ് അവനെ താഴോട്ട് തള്ളിയിടാൻ ശ്രമിക്കുകയാണ് ആ ഓഫീസർ. പെട്ടെന്നാണ് ക്രൂഗർ ആ ഓഫീസറിനെ തള്ളി താഴെയിടുന്നത്. താഴെയുണ്ടായിരുന്ന ടൈറ്റൻ അവനെ എടുത്ത് വിഴുങ്ങാൻ നിൽക്കുന്നു. ഇപ്പോ ഇത് കാണാൻ എങ്ങനെയുണ്ട്? ഹേയ്, ആരാ നിങ്ങ? കൃഷ, ഞാനാണ് അവൾ. ഈ കാര്യം നീ മറക്കരുത്. ഒരു ടൈറ്റൻ എങ്ങനെയാണ് തന്റെ ശക്തി ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ ഒരു ടൈറ്റനായി മാറുന്നു. അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനെ എല്ലാം ഇല്ലാതാക്കി ആ കപ്പൽ അവൻ അങ്ങ് പൊളിച്ചു കളയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോടത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. ബൈ.